ഈ നമ്മുടെ നാട്ടിലും ഈ ആളുകൾ പൊളിറ്റീഷ്യൻസിന്റെ കൂടെ കണ്ടിട്ടില്ലേ ചില വാൽ പ്ലഗുകൾ, അതന്നെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് അതായിരുന്നു, വാൽ പ്ലഗുകളാണ്. ഈ വാൽ പ്ലഗുകൾ മസ്റ്റാണ്. അത് ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് നമ്മളെന്താ പറയാ, ലോകത്ത് എവിടെ പോയാലും ഇത് ഉണ്ടാകും. കുഴി ചാടിക്കുന്നത് ഉറപ്പതാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്ലഗ് ഏതാണ് എന്നുള്ളതാണ് മസ്ക് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മസ്ക് ഈ പറയുന്ന ട്രംപിന്റെ നികുതി ബില്ലിനെതിരെ വരെയൊക്കെ രംഗത്തെത്തിയ ഒരു അവസരമുണ്ട്. അത് എത്തണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇവർ തമ്മിലുള്ള പോര് കടുത്തിട്ടുണ്ട്. അപ്പൊ ആ കടുത്ത പോരിനിടയിലും ട്രംപ് ഇത്ര നിസ്സാരമായിട്ട് കൂളായിട്ട് 2144 കോടി രൂപ എണ്ണിക്കൊടുത്ത ഒരാളാണ് മസ്ക്. അതെ, അവസാനം എന്നിട്ടും മസ്ക് പറയാണ് നീ പോയിക്കോ പടി എന്ന് പറയണമെങ്കിൽ അവിടെ മറ്റൊരു തല ഉണ്ടായിട്ടുണ്ടാകണം. മസ്കിനെ തിരിച്ച് സൗത്ത് ആഫ്രിക്ക പോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞു ട്രംപ്. ഇവിടെ നിന്ന് വരുന്നത് പൊക്കോ, കാര്യമെല്ലാം കണ്ടു കഴിഞ്ഞു, പൊക്കോ, ഈ 2000 കോടി കൊടുത്തല്ലോ, ഗെറ്റ് ഔട്ട് ആയല്ലോ, അതെ, പൊക്കോ, അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പിന്നിൽ ഉറപ്പായിട്ടും മറ്റു ചില കരങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അതെ, മസ്കിനും അത്ര ബുദ്ധിയില്ലാത്തൊന്നും ആളല്ലല്ലോ, നല്ല ബുദ്ധിയുള്ള ആൾ തന്നെയാണ്. അല്ലെങ്കിൽ അത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം കൊണ്ടു നടക്കാനൊന്നും കഴിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ ഒരു എന്താ പറയാ, ട്രംപിന്റെ തലച്ചോറ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതെ, വൈറ്റ് ഹൗസിനുള്ളിൽ അതെ ട്രംപിന്റെ വെറും തലച്ചോറെന്നല്ല, തീവ്രവാദ തലച്ചോറ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ആ മനുഷ്യന്റെ പേര് സ്റ്റീഫൻ മില്ലർ എന്നാണ്. അത് വൈറ്റ് ഹൗസിൽ വല്ലാത്തൊരു നമ്മൾ പറയുന്നത് പോലെ പി ശശിയുടെ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ലളിതമായിട്ട് പറയാമല്ലോ.